ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നേക്കാണ്. അപ്പോൾ ഇന്നിപ്പം എൻ്റെ ഉമ്മയും അനിയത്തിയും കൂടെ നാട്ടിൽ നിന്ന് വരികയാണ്. അപ്പോൾ അവരെ വിളിക്കാനായിട്ട് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകാൻ പോവാണ്. അങ്ങനെ റെഡി ആയിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പം വാപ്പി ഉണ്ടായിരുന്നു, എൻ്റെ മൂത്താപ്പ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോകാൻ പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഹേസു ഇതെൻ്റെ അപ്പോൾ വാപ്പി ഉണ്ടായിരുന്നു, പിന്നെ സന ഉണ്ടായിരുന്നു. ഇതിൻ്റെ ബ്രദറിൻ്റെ വൈഫാണ്, മൂത്താപ്പാണ് മോൻ്റെ വൈഫ്. അപ്പം കുഞ്ഞുണ്ട് ഹേസു. ഇവരിപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ നാട്ടിൽ നിന്ന് വന്നിട്ട്. അപ്പോൾ ഹേസുവിന് ഇവിടെ വന്നപ്പോഴത്തേക്കും നാട്ടിൽ നിന്ന് വന്ന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് ഹേസുവിന് ചുമയും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ആൾക്ക് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ അവരെ നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാനും വാപ്പിയും കൂടെയാണ് നേരെ എയർപോർട്ടിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് വന്നു. ഹേസു നല്ല ഉറക്കമാണ്. അപ്പോൾ ഹേസുവിന് രാവിലെ തൊട്ട് തന്നെ ഹേസുവിന് ഡസ്റ്റ് അലർജി ഉണ്ട്, ചെറിയ കുറുങ്ങലും നല്ല ചുമയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ ക്ലൈമറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും, ഒന്ന് സെറ്റായിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അവരിറങ്ങിപ്പോയതിന് ഇവിടെ ഒരാൾ കിടന്ന് ഫുൾ കരച്ചിലായിരുന്നു. അതിൻ്റെ കൂടെ വാപ്പിച്ചിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇഫ്രൂനെയും കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞാൽ ഇഫ്രൂ കരച്ചിലാണ്. അപ്പോൾ അങ്ങനെ അവർ ജസ്റ്റ് അങ്ങോട്ടൊന്ന് ആക്കി കൊടുക്കാൻ പോയതാണ്. പിന്നെ വാപ്പച്ചീനെ വിളിച്ചു. ഒരാൾ ഷൂ ഒക്കെ എടുത്ത് കൈ പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ വാപ്പച്ചി വന്ന് എടുക്കണം, എന്നാലേ ഇഫ്രൂൻ്റെ കരച്ചിൽ മാറുള്ളൂ. ഇഫ്രൂന് ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ്, ഭയങ്കര വാശിയും ഭയങ്കര കരച്ചിലൊക്കെയാണ്. ഇങ്ങനെ ഇഫ്രൂനെ എല്ലായിടത്തും കൊണ്ടുപോകണം. വാപ്പച്ചീനെ ആണെങ്കിൽ എങ്ങോട്ടും വിടില്ല, എപ്പോഴും ഇഫ്രൂന് പുറത്തു പോകുമ്പോൾ വാപ്പച്ചിയോടെ പോകണം. അതിലെ കരച്ചിലും ബഹളവും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകാൻ പോവാണ്. ഇപ്പം എല്ലാവരും കൂടെ കാറിൽ ഇരുന്നപ്പം കുറച്ച് ആശ്വാസത്തിലൊക്കെ ഇരിക്കുകയാണ്. എന്നാലും ഇടയ്ക്കിടെ ഇന്ന് രാവിലെ എണ്ണീപ്പിച്ചതാണ്. അപ്പോൾ അവർ വരുന്ന ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 11:30-ക്കാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇഫ്രൂ എണ്ണീക്കുന്നത് തന്നെ 11 മണിക്കാണ്. ഇന്ന് ഇഫ്രൂ ഞാൻ 9 മണിയായപ്പോൾ എണ്ണീപ്പിച്ചു. അങ്ങനെ റെഡിയാക്കി കൊണ്ടുവരുന്നതുകൊണ്ട് ആ ഒരു ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര ബഹളമൊക്കെയാണ്. പിന്നെ ക്യാൻഡി ഈറ്റിങ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് യൂട്യൂബിൽ. അപ്പോൾ അതും വെച്ച് കൊടുത്തിട്ട് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് നല്ല വെയിലുണ്ട്, ഉച്ച സമയമായതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ പോവാണ്. പിന്നെ എയർപോർട്ടിലേക്കൊരു അരമണിക്കൂറൊക്കെ ഉണ്ടാവും ഇവിടുന്ന് പോകാനായിട്ട്. ഇന്ന് തേഴ്സ്ഡേ ആയതുകൊണ്ട് പിന്നെ കുറച്ച് അങ്ങോട്ട് മാറുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. പിന്നെന്താ, ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു ദിവസമാണ്. ഉമ്മയും അനിയത്തി വരുമല്ലോ, അവരിപ്പം എനിക്ക് തോന്നുന്നൊരു എൻ്റെ ചെറുതിലായിരുന്നപ്പോൾ ഞങ്ങൾ വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. വാപ്പച്ചി ഇവിടെ ആയിരുന്നപ്പം. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഒരു ഉമ്മയും അനിയത്തിയും വരുന്ന ഒരു 13 വർഷത്തിന് ശേഷമാണ് അവരിപ്പോൾ പിന്നെയും സൗദിയിലേക്ക് വരുന്നത്. അപ്പോൾ വിസിറ്റിങ്ങിനായിട്ട് വരികയാണ്. പിന്നെ ഉമ്മയൊക്കെ വരുന്നതുകൊണ്ട് ഇനി എനിക്ക് അങ്ങോട്ട് റെസ്റ്റ് ആണല്ലോ എന്ന് ഓർത്ത് ഭയങ്കര സന്തോഷവും അവർ വരുന്ന സന്തോഷവും എല്ലാം കൂടെയൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ ഒരു പുതിയ പാർക്ക് വരുന്നുണ്ട്, ഒക്തെയിം പാർക്ക്. വലിയൊരു പാർക്കാണ്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാനും ഇഫ്രും കൂടെ അങ്ങനെ ഇരിക്കുകയാണ്. ഇഫ്രു ഇടയ്ക്ക് ബഹളമൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിലേക്ക് എത്താൻ ഇനി കുറച്ചുകൂടെ ഉള്ളൂ. പിന്നെ 2 സൈഡിലും ഇതുപോലെ ഡെസേർട്ടാണ്, മരുഭൂമിയാണ് 2 സൈഡിലും. അപ്പോൾ ഞങ്ങളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അങ്ങനെ എയർപോർട്ട് റോഡിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 സൈഡും ഫുൾ പനയൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ ഉമ്മയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വിളിച്ചു, അവർ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ഇറങ്ങി വരാനായിട്ട് ലഗേജൊക്കെ കിട്ടി വരാനായിട്ട് ഒരു അരമണിക്കൂറൊക്കെ എടുക്കും. പിന്നെ ഞങ്ങളപ്പോൾ എയർപോർട്ടിലേക്ക് നമ്മളെത്തി. അപ്പോൾ നമ്മൾ അറൈവലിലേക്ക് വന്നിട്ടുണ്ട്. ഡിപ്പാച്ചർ വേറൊരു സൈഡാണ്. അത് ഞാൻ പോകുന്ന സമയത്ത് ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ അറൈവലിൻ്റെ അവിടേക്കാണ് വന്നിരിക്കുന്നത്. പിന്നെന്താ, ഇഫ്രൂവും വാപ്പച്ചിയും ഞാനും കൂടെ അങ്ങനെ അകത്തേക്ക് പോയി. വാപ്പി അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയി. പിന്നെ ഇതാണ് താഴെ എയർപോർട്ടിൻ്റെ ആ ഒരു സൈഡ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും ഇങ്ങനെ നാട്ടിലേക്ക് പോകുമ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ അതേ എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് നാട്ടിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരുമ്പോഴും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നത്. ഇഫ്രൂന് പിന്നെ അറിയില്ല ഇങ്ങനെ അവരെ വിളിക്കാനായിട്ട് വന്നേക്കാന്നൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ എന്താണ് കാണാത്തത്. കുറച്ച് നേരമായി ഞങ്ങൾ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഒരു 10-20 മിനിറ്റ് 20-25 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവർ വന്നത്.
അപ്പോൾ അവരെ കാണുന്നില്ലല്ലോ, എല്ലാവരും ഫ്ലൈറ്റിലുള്ള എല്ലാവരും ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ദേ ലാസ്റ്റ് അവർ ദേ വരുന്നുണ്ട്. ഉമ്മീനെ കണ്ടപ്പം ഇഫ്രു എന്തായാലും ശരിക്കും സർപ്രൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ തോളത്ത് കിടക്കുകയായിരുന്നു കുറേ നേരം, ഭയങ്കര കൊഞ്ചൽ പോലെ ഒക്കെ ആയിരുന്നു ആൾ. കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടുണ്ട് ആൾക്ക്. അങ്ങനെ ഞങ്ങൾ ഇതേ തിരിച്ചിറങ്ങിയിട്ടുണ്ട് എയർപോർട്ടിൽ നിന്ന്. ഇഫ്രുവിനാണെങ്കിൽ അനക്കവേ ഇല്ലേ, ഇഫ്രു അങ്ങനെ കിടക്കുകയാണ്. ഇഫ്രുവിനെ വിളിച്ചിട്ട് ഇഫ്രു എണീക്കുന്നില്ല, ഭയങ്കര ഒരു ആൾ അങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അതേ വാപ്പി വന്നു. അങ്ങനെ ഞങ്ങളിതേ കാറിലേക്ക് കയറാൻ പോവാണ്. ഇവിടെ പിന്നെ കാർ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്ത് ഇടാൻ പാടില്ല, പാർക്കിംഗ് ഏരിയയിലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നു കയറാൻ പോവാണ്. ഇഫ്രു ഉമ്മയുടെ അടുത്തും ഷിഫായുടെ അടുത്തും ഇങ്ങനെ മാറി മാറി ഇരിക്കുകയാണ്. ശരിക്കും അവരെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സർപ്രൈസ് ടൈപ്പായി. പിന്നെ ഇവർ ഇപ്പം 13 വർഷത്തിന് ശേഷമാണല്ലോ വരുന്നത് സൗദിയിലേക്ക്. മറ്റേ ഞാൻ വരുമ്പോഴത്തേക്കും വാപ്പച്ചി അങ്ങനെ വിസിറ്റിങ്ങിന് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഞാൻ 10ൽ പഠിക്കാൻ കണ്ടായിരുന്നു. ഇത്രയും വർഷം ഗ്യാപ്പുണ്ട്. അപ്പോൾ അങ്ങനെ അന്ന് വന്നതാണ്. പിന്നെ അവരിപ്പോഴാണ് വരുന്നത്. ഇഫ്രു ഫുൾ ഉമ്മയുടെ തോളത്തിങ്ങനെ കിടക്കുകയായിരുന്നു. ഇഫ്രുവിന് പിന്നെ ഉറക്കവും വരുന്നുണ്ടായിരുന്നു രാവിലെ എണീറ്റതുകൊണ്ട്. അപ്പോൾ ഇഫ്രു അങ്ങനെ ഫുൾ തോളത്ത് കിടക്കുകയായിരുന്നു. പിന്നെ ഈ ഏരിയയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫുൾ ബിൽഡിങ്സ് ആണ് അവിടെ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. ഇനി കുറച്ച് നാൾ അവർ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ഫുൾ ഫ്രീ ആയിട്ടുണ്ട്. എൻ്റെ ജോലികളിൽ നിന്നൊക്കെ ഞാൻ കുറേയൊക്കെ ഫ്രീ ആയിട്ടുണ്ടാവും. അങ്ങനെ ഉമ്മീനെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. ഇഫ്രുവിനെ നോക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതേ ലഗേജൊക്കെ ഇറക്കുകയാണ്. അപ്പോൾ ഇവർ വീഡിയോ കോളിൽ എൻ്റെ ഫ്ലാറ്റും ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. നേരിട്ട് കാണുമ്പോഴത്തേക്കും എന്തായാലും ഒരു വ്യത്യാസം തോന്നിക്കുമല്ലോ വീഡിയോ കോളിൽ കാണുന്നതിലും. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ റൂമിലേക്ക് പോവാണ്. ചെന്നിട്ട് ഇനി പെട്ടി പൊട്ടിക്കൽ പരിപാടിയുണ്ട്. അപ്പോൾ അതെന്തായാലും നമ്മൾ നാട്ടിലോട്ട് ചെന്ന് പെട്ടി പൊട്ടിക്കുന്ന പോലെ തന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും കുറേ സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ ഇതേ റൂമിലേക്ക് കയറാൻ പോവാണ്. ഇഫ്രു നോക്കി ഇഫ്രു ഉമ്മയുടെ തോളത്തുനിന്നേ മാറുന്നില്ല. ഇഫ്രു അങ്ങനെ കിടക്കുകയാണ്. ഇഫ്രുവിന് എന്തോ എല്ലാവരെയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടുണ്ട്. അതാണ് ആൾ. പിന്നെ ഞങ്ങൾ പെട്ടി പൊട്ടിക്കാൻ പോവാണ്. അപ്പോൾ വന്ന് കുറച്ച് കഴിഞ്ഞ് ഇന്ന് റെസ്റ്റൊക്കെ എടുത്തപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇത് പെട്ടി പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന്, അതെല്ലാം എടുത്ത് ഫ്രീസറിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ വെക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ റെഡിയാക്കുകയാണ്. അങ്ങനെ ഇതേ പെട്ടി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഫ്രു. ഇവിടെ പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഇതേ കായ, നെയ്യ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണല്ലോ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടുത്തെ കുറേ സാധനങ്ങളുണ്ടാവും. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇത് ഉമ്മ ഉണ്ടാക്കിയൊരു ചമ്മന്തി അങ്ങനത്തെ എന്തോ ആണ്. പിന്നെ ശർക്കര വരട്ടി. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഫേവറേറ്റാണ്. ഇവിടെയൊക്കെ ഇത് കിട്ടും, പക്ഷെ നല്ലത് കിട്ടില്ല. ഞാനിവിടെ നിന്ന് മിച്ചറൊക്കെ മേടിച്ചിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ആണെങ്കിലും നമ്മുടെ നാട്ടിലത്തെ അത്ര നല്ല ഉണ്ടാവില്ലല്ലോ. പിന്നെ എന്തുവാ ശർക്കര വരട്ടി ഞങ്ങൾ അപ്പോഴേ പൊട്ടിച്ച് കഴിക്കായിരുന്നു ഒരു പാക്കറ്റ്. പിന്നെ അത് കഴിഞ്ഞപ്പം മെയിനായിട്ട് ബീഫ് ഉണ്ടായിരുന്നു. അതെന്തായാലും നാട്ടിൽ നിന്ന് വരുന്ന ഗൾഫിലുള്ളവരോട്ട് വരുന്ന എല്ലാവരുടെയും കയ്യിൽ ഈ ബീഫ് ഉണ്ടാവും. പിന്നെ ഇത് കപ്പലണ്ടി മിഠായിയാണ്. ഇത് കപ്പലണ്ടി അരച്ചുണ്ടാക്കിയ ഒരു ടൈപ്പ് കപ്പലണ്ടി മിഠായി. 2 ടൈപ്പും ഉണ്ടായിരുന്നു. പിന്നെ മഞ്ച് എൻ്റെ ഫേവറേറ്റ് മിഠായിയാണ്. പക്ഷേ ഇവിടെ മഞ്ച് കിട്ടത്തില്ലല്ലോ. പിന്നെ മാഗി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതൊക്കെ പൊട്ടിച്ച് കഴിക്കലും പരിപാടിയൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.